ഫീൽ ഗുഡ് സിനിമയുമായിട്ട് നിങ്ങൾ തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പലതരത്തിലുമുള്ള ഡെഫിനിഷൻസ് വരാറുണ്ട്. അതായത് ഈ സിനിമ ഇനി OTT കണ്ടാൽ മതി, ഇനിയിപ്പോൾ ഇതൊക്കെ തിയേറ്ററിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ മാത്രമേ കാണാറുള്ളൂ. അതായത് അടി വേണം, വെടി വേണം, വലിയ ബഡ്ജറ്റിൽ വേണം, അങ്ങനെയുള്ള സിനിമകൾ തിയേറ്ററിൽ വന്നാലേ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കാലം മാറി, 2025 കോവിഡൊക്കെ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന വേറൊരു വിഭാഗം ആളുകളുണ്ട്. ഇനി മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, നിങ്ങൾ എന്തും തന്നെ തിയേറ്ററിൽ പോവില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇനി വേറൊരു വിഭാഗം ആളുണ്ട്, ഫീൽ ഗുഡ് ആയാലും മാസ് എൻ്റർടൈനർ ആയാലും എന്താണെങ്കിലും ഞങ്ങൾ ആ സിനിമ തിയേറ്ററിൽ പോയി കാണും. അങ്ങനെ ഈ തിയേറ്ററിൽ പോയി കാണുന്ന ആളുകളുടെ ഡെഫിനേഷൻസ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ചിലരുണ്ട് നല്ല അഭിപ്രായം കിട്ടിയാൽ തിയേറ്ററിൽ പോയി കാണും, അത് ഭൂരിപക്ഷം വരുന്ന സമൂഹമാണ്. അതിപ്പോൾ ഫീൽ ഗുഡ് ആയാലും മാസ് എൻ്റർടൈനർ ആയാലും കോമഡി ആയാലും സെൻറ്റിമെൻറ്റ്സ് ആയാലും എന്ത് തന്നെ ആയാലും നല്ല അഭിപ്രായങ്ങൾ, നല്ല ജെനുവിൻ അഭിപ്രായങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ആദ്യ ദിവസം തൊട്ട് വന്നു തുടങ്ങിയ പിന്നെ ആളുകൾ കയറും. ഇനി അതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ വരുന്ന ആളുകളിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നടനാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ഉടനെ ഫാമിലിയായിട്ട് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്യും. 6 വർഷം 2019 മുതൽ 2025 അവസാനം വരെ നീണ്ടു നിൽക്കുന്ന 6 വർഷം ഈ നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡൗൺഫോൾ. അതായത് അയാളുടെ സിനിമാ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഡൗൺഫോളേ ഉണ്ടായിട്ടില്ല. ഒരു 6 വർഷം ഒരു താരം പതനത്തിലേക്ക് നീങ്ങുക, സിനിമകളൊക്കെ തിയേറ്ററിൽ പരാജയമായിക്കൊണ്ടിരിക്കുക, പരാജയത്തിന്മേൽ പരാജയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, എടുക്കുന്ന ഡിസിഷൻ എല്ലാം ഫ്ലോപ്പ് ആവുക. ഒരു 3 അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ തന്നെ അയാളെ നമ്മൾ മനസ്സിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് കളയും. പക്ഷേ ഇത് ഈ നടനായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം അയാൾ തിരിച്ചെത്തുമ്പോൾ വെറുതെ അങ്ങ് തിരിച്ചെത്തിയാൽ പോരല്ലോ. ഒരു ഫീൽ ഗുഡ് പടത്തിനെ കൊണ്ട് മാക്സിമം പൊട്ടൻഷ്യൽ പിഴിഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തന്നെ തിരിച്ചു വരണം. അങ്ങനെ വന്നിരിക്കുകയാണ് നിവിൻ പോളിയും സർവം മായയും. നിലവിലത്തെ കണക്ഷൻ പ്രകാരം ഏകദേശം 83 കോടി രൂപയിലേക്ക് ഈ സിനിമ എത്തി. 100 കോടിയിലേക്ക് 2 ദിവസത്തിലുള്ള എത്തും എന്നുള്ളതാണ് ട്രാക്കേഴ്സിൻ്റെ കണക്ക് പ്രകാരം മനസ്സിലാവുന്നത്. തള്ളല്ല, കാരണം ആ പോക്കാണ് പോണത്. 2025 ഡിസംബർ 25 സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്ന് ജാനുവരി 2, കൃത്യം എണ്ണി ഒരാഴ്ച. ഈ ഒരാഴ്ച കൊണ്ടാണ് ഈ ഒരു ഫീൽ ഗുഡ് പടം 80 കോടി കടന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് മലയാള സിനിമ വളരുന്ന കാഴ്ചയാണ് ഈ പറയുന്നത്. മലയാള സിനിമാ ലോകം വളരുന്നതിനേക്കാളുപരി ഈ നായകന് മേലുള്ള തിരിച്ചുവരവിൻ്റെ അത്രമാത്രമുള്ള ആഗ്രഹത്തിന്മേലും കൂടിയാണ് ഈ കാര്യം സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ഫീൽ ഗുഡ് പടം വെച്ചുകൊണ്ട് ഇത്രയും വേഗത്തിൽ ഒരു കളക്ഷൻ ഉണ്ടാകാൻ സാധിക്കില്ല. ഹൃദയപൂർവ്വം പോലൊരു സിനിമ നമ്മൾ കണ്ടതാണ്, അതൊരു ഫീൽ ഗുഡ് പടമാണ്. ആ ഫീൽ ഗുഡ് പടം ലാലേട്ടനെ വെച്ചിട്ടും 100 കോടിയോളം രൂപ മൊത്തം ഇത് ബേസ് കിട്ടിയതാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് തിയേറ്റേഴ്സിൽ നിന്ന് മാത്രമാണ്. ഹൃദയപൂർവ്വം 100 കോടി നേടിയത് പല കാരണങ്ങൾ കൊണ്ടാണ്. തിയേറ്റേഴ്സ് ഉണ്ട്, ബാക്കി റൈറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് തിയേറ്റേഴ്സിൽ നിന്ന് മാത്രം ഒരാഴ്ച കൊണ്ട് 80 കോടിക്ക് മേളിൽ പോകണമെങ്കിൽ, അതൊരു ഫീൽ ഗുഡ് സിനിമയാകണമെങ്കിൽ അത് നായകൻ നിവിൻ പോളി ആയതുകൊണ്ടാണ്. അതിനകത്ത് ഒരു തർക്കമില്ല. ഇത് നിവിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുണ്ട്. ഒരു പക്ഷേ അഖിൽ സത്യം പോലും അത് തള്ളിക്കളയത്തില്ല. കാരണം നിവിൻ എന്ന് പറയുന്ന ഫാക്ടർ ഒരു ഭീകരമായ ഫാക്ടറായിട്ട് നിൽക്കുകയാണ്. അയാളൊന്ന് മടങ്ങി വരണമെന്ന് അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രേക്ഷകരുണ്ട്. പക്ഷേ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഇത്രമാത്രം ആളുകൾ ഇയാളുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് ഈ കളക്ഷനിൽ നിന്നാണ് മനസ്സിലാവുന്നത്. കാരണം അവർക്കെല്ലാവർക്കും തിയേറ്ററിൽ പോയത് ആസ്വദിക്കണം. ഒരു ഫീൽ ഗുഡ് സിനിമയാണ്, അങ്ങനെ അങ്ങ് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രമുള്ള ജൈജാൻറ്റിക് വിഷ്വൽ എക്സ്പീരിയൻസ് നൽകുന്നൊരു സിനിമയല്ല. പക്ഷേ ഇതിനകത്ത് ഒരു ഫ്ലേവറുണ്ട്. കൂട്ടത്തോടെ ഇരുന്ന് കണ്ടാൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന, ഒരു പക്ഷെ മാത്രം ഇൻ ദ സെൻസ് ആ ആസ്വാദന രീതി ഒരു 10 ഇരട്ടിയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. അത് ഹ്യൂമറാണ്. ആ ഹ്യൂമർ ഈ പടത്തിൽ ഉടനീളമുണ്ട്. ആ ഫാക്ടർ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിരിച്ച് കാണുമ്പോൾ ആ ഫീല് വേറെയാണ്. ആ ഫീല് സർവ്വമായിക്ക് നല്ലോണം അടിച്ചിട്ടുണ്ട് എന്ന് വേണം തന്നെ പറയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു നോക്കിയ റിയ ഷിബു തരംഗമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, റിയ ഷിബു തിയേറ്റർ റെസ്പോൺസിന് പോകുന്നതും ഇൻ്റർവ്യൂസ് കൊടുക്കുന്നതും ഒക്കെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് മാറുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാകുന്നുണ്ട്. ഓരോ മാധ്യമങ്ങളിലും ഇപ്പോൾ റിയ ഷിബുയുടെ അഭിമുഖം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിയയുടെ കഥാപാത്രം, അതായത് ഡെലൂലു എന്ന കഥാപാത്രവും വളരെയധികം ഹിറ്റാവുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഈ സിനിമ റിലീസായി നമ്മുടെ ഫസ്റ്റ് റിവ്യൂവിൽ പറഞ്ഞതാണ് റിയ ഷിബു തരംഗമാകും. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിയ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. റിയ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ്, ഒരു നടിയാവാൻ ആസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഭയങ്കരമായ പ്രോജക്റ്റുകൾ റിയയെ തേടിയെത്തും. ആ രീതിയിൽ തന്നെയാണ് റിയ സിനിമ ചെയ്തു വെച്ചേക്കുന്നത്. റിയ ഇനിയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് റിയയുടെ
ചിന്തയാണ്, തോട്ട് പ്രോസസ്സാണ്. പക്ഷേ റിയയ്ക്ക് ഒരുപാട് ഓഫേഴ്സ് വരും, അക്കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. നിവിനെ സംബന്ധിച്ചിടത്തോളം നിവിൻ ഈ പേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വളരെ നിർണായകം. പേസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ 8 ദിവസം കൊണ്ട് 80 കോടി അടിച്ച സർവ്വമായ ഇനി അടുത്ത 6 ദിവസം കൊണ്ട് 80 കോടി അടിക്കണം എന്നുള്ളതല്ല, പ്രേക്ഷകരെ ഡിസാറ്റിസ്ഫൈ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു സംതൃപ്തിയോടെ പോവുക എന്നുള്ളത്. ഉറപ്പായിട്ടും ഇതിന് മുന്നേ കമ്മിറ്റ് ചെയ്തേക്കുന്നതിന് ഇവൻ്റെ കുറച്ച് സിനിമകളുണ്ടാവും, അതിനകത്ത് കുറച്ച് സീരിയസ് സ്വഭാവം ഉണ്ടാകും. ഇപ്പോൾ ബേബി ഗേൾ ഉൾപ്പെടെയുള്ള സിനിമ ഒരു സീരിയസ് സ്വഭാവമുള്ള സിനിമയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഐ മീൻ പോസ്റ്റേഴ്സിൽ ഉൾപ്പെടെയുള്ള ഫീൽ അങ്ങനെയാണ് തരുന്നത്, ലുക്ക് ആൻഡ് ഫീൽ അങ്ങനെയാണ്. പക്ഷേ നിവിൻ ഇനി കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന സിനിമകൾക്ക് നിവിന് കൃത്യമായ ധാരണ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇനി വരാൻ പോകുന്ന കുറച്ച് സിനിമകൾ വെച്ച് നിവിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കാരണം അതൊക്കെ സർവ്വമായയുടെ റിസൾട്ടിന് മുന്നേ കമ്മിറ്റ് ചെയ്തതും ഷൂട്ടിങ്ങും തുടങ്ങിയതായ കുറച്ച് സിനിമകളുണ്ട്. അത് വർക്കാവാണ്ടിരിക്കാം, എന്തോ ആവട്ടെ. പക്ഷേ ഇനി നിവിൻ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഓരോ സിനിമകൾക്ക് നമുക്ക് എണ്ണം വയ്ക്കാം. അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞു, എന്താണ് ആളുകൾക്ക് വേണ്ടതെന്ന് നിവിൻ ഇപ്പോൾ കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിവിൻ കളിക്കുകയുള്ളൂ. പക്ഷേ അതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്, ഷൂട്ട് കഴിഞ്ഞ സിനിമകളുണ്ട്, അത് ഇതിൽ ക്ലബ് ചെയ്യാണ്ടിരിക്കരുത് എന്നുള്ളതാണ്. സ്വാഭാവികമാണ്, ആളുകൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ സർവ്വമായക്ക് ശേഷം റിലീസ് വരുന്ന ഏത് പടമാണ് അത് ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ണി മുകുന്ദൻ കൊണ്ടുവന്ന് അത് പാൻ ഇന്ത്യൻ സക്സസ് ഒക്കെ ആയി. പക്ഷേ അതിനുശേഷം ഉണ്ണി മുകുന്ദൻ്റെ റിലീസായ കുറച്ച് സിനിമകളുണ്ട്. ഇപ്പോൾ മിണ്ടിയും പറഞ്ഞു വന്ന സിനിമ, ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമ, ഇതൊന്നും തിയേറ്ററിൽ വർക്കായില്ല. പക്ഷേ ഇതൊക്കെ മാർക്കോൻ്റെ സക്സസിന് മുന്നേ ഉണ്ണി മൂന്നും ചെയ്ത് വെച്ചേക്കുന്ന സിനിമകളാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന പടമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ണിക്ക് വീണ്ടും മാർക്കറ്റ് കുറഞ്ഞു. മിണ്ടിയും പറഞ്ഞു വന്ന പടം റിലീസായിട്ട് ആരും കണ്ടില്ല. അതൊക്കെ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം സംസാരമാകുന്നില്ല, സക്സസ് ആവുന്നില്ല, സ്വാഭാവികമാണ്. അപ്പം അത് നിങ്ങൾ കൂട്ടരുത്. ഇപ്പം മാവന്തി എന്ന് പറഞ്ഞൊരു പടം ഉണ്ണി മൂന്നിന് ശേഷമാണ് അനൗൺസ് ചെയ്യുന്നതും അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ ദിവസമാണ് ആരംഭിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് തുടങ്ങണം. ഞാൻ പറയുന്നത് ഒരു സിനിമയുടെ സക്സസ്സിന് ശേഷം ആ നടൻ എന്താണോ ചെയ്യുന്നത് അതിനുശേഷം അയാളുടെ രീതിയിലുള്ള സക്സസ് റേഷ്യോ മാറിക്കൊണ്ടിരിക്കും. അതായിരിക്കാം ചിലപ്പോൾ നിവിനും സംഭവിക്കാൻ പോകുന്നത്, അറിയില്ല. എന്താണ് വിധിയെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ നിവിൻ ഭയങ്കരമായ സക്സസ്സിൽ നിൽക്കുകയാണ്. ആ സക്സസ് നിവിൻ എന്ന ഫാക്ടർ വളരെയധികം വലിയൊരു ഘടകം തന്നെയാണ്. സർവമായ ഒറ്റ പ്രോജക്റ്റായിട്ട് എടുത്താൽ പോലും ഗംഭീരമായ പ്രോജക്റ്റാണ്, വർക്കാവുന്ന പ്രോജക്റ്റാണ്, തിയേറ്ററിൽ പൊട്ടിച്ചിരി ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് എല്ലാം ആണെങ്കിൽ പോലും അത് ചെയ്ത നടൻ, ആ നടനെ എത്രമാത്രം ആഗ്രഹിച്ചു എന്നത് നിവിനേക്കാളും വലിയൊരു പ്രൈം എക്സാമ്പിളായിട്ട് ഇന്നത്തെ സമൂഹത്തിന് കൊടുക്കാൻ വേറൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയത് കൊണ്ടാണ് സർവ്വമായിക്ക് ഇത്രയും വലിയൊരു കളക്ഷനുമായിട്ട് അതിൻ്റെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്.